അങ്ങനെ രാവിലെ പോയി കണ്ടറിയ ചില്ലറ രാവിലെ അല്ല 4 മണിക്ക്. കങ്കുവ പറഞ്ഞപ്പോ ഒരു വയ്യായിക അല്ലേ, ആകെ മൊത്തം ഒരു വയ്യായിക. ഒന്ന് 2022 ലാസ്റ്റ് ഒരു തിയേറ്റർ റിലീസ് സൂര്യന്റെ. അത് കഴിഞ്ഞിട്ട് എക്സ്പെക്ടേഷൻ ഈസ് ലൈക്ക് ഇവിടെയായിരുന്നു, ഇവിടെ 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 പടം കണ്ടപ്പോ അത് പൂർത്തിയായി. അയ്യോ, അതായത് പടം ഞാൻ കുറച്ച് കണ്ടു. അല്ല, ഞാൻ അവിടെ ഇവിടെയൊക്കെ ഉറങ്ങിപ്പോയി. എനിക്കത് ഉറക്കൊഴിച്ചിരിക്കാനുള്ള ഒരു മുതലുള്ള പോലെ തോന്നിയില്ല. അതായത് പടത്തിന്റെ തുടക്കം തന്നെ ഒരു എന്താ പറയാ, ഒരു ചെറിയൊരു ഹോപ്പ് അല്ലേ, ഇത്തിരി ഹോപ്പ് വന്നു പടത്തിന്റെ തുടക്കത്തിലെ. പിന്നെ അങ്ങോട്ട് പടം ഹോപ്പല്ല, ഹോപ്പായിപ്പോയി. ഉള്ള കാര്യം പറയാലോ, സൂര്യന്റെ ലുക്ക് കൊള്ളാം. ഇനി ഫാൻസിന് പറയാം, സൂര്യന്റെ ലുക്ക് കൊള്ളാം, മസിൽ കൊള്ളാം, സൂര്യന്റെ എല്ലാം അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊള്ളാം എന്ന് പറഞ്ഞിട്ടാണ് പോവാം. ഇവിടെ ഒരു പാട്ട് പോലും മര്യാദക്ക് ഒരു നമുക്ക് മൈൻഡിൽ നിൽക്കുന്നതോ അല്ലെങ്കിൽ ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതോ ഇല്ല. ഓക്കെ, ഒരു പാട്ട് പോലും എൻഗേജിങ് അല്ല. മാസ്, അൾട്രാ മാസ്, ലാർജർ ദാൻ റിയൽ ലൈഫ്, അൺബിലീവബിൾ സീൻ എന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ ചിലപ്പോൾ സിനിമയിൽ വരും. കാരണം ഇതൊരു മിത്ത് സ്റ്റോറി, അങ്ങനത്തെ ഒരു ട്രൈബൽ അങ്ങനത്തെ ഒരു സാധനമാണ്. അതായത് ഫ്യൂച്ചർ പാസ്റ്റ്, അതിൻ്റെ മിലേനിയം കണക്ഷൻ, അങ്ങനെയൊക്കെയാണ്. മിൽക്കി വേ ഇൻ ദ ഗാലക്സി ഓഫ് ദ മൾട്ടിവേഴ്സ് ഓഫ് ദ പുനർജനിക്കൽ, ഇതൊക്കെയാണ് സെറ്റപ്പ്. പക്ഷെ ഇതൊക്കെയാണെങ്കിലും മനസ്സിനകത്ത് നിൽക്കുന്ന എന്തെങ്കിലും വേണ്ടേ. ടോം ക്രൂസിനെ പടത്തുനിന്ന് തോണ്ടിയതും മറ്റേ 1000 BC കുറെ ഒന്ന് സാധനങ്ങളുണ്ട്. ഫ്ലൈറ്റിക്ക് ചാടി കയറുന്നതും മുതലേനെ കൊല്ലുന്നതൊക്കെ. മുതലേനെ കൊല്ലുന്ന എന്തൊക്കെയായിരുന്നു ട്രെയിലറിൽ. ഇവിടെ എന്താ വരാതമായി പോയ ആ ബൈക്ക് ഏതാന്ന് കണ്ടുപിടിക്കണേ, പണി വെച്ച് പറന്നു പോകാൻ പറ്റുന്ന ബൈക്ക്. അല്ല, അതൊക്കെ ലാർജർ ദാൻ റിയൽ ലൈഫ് അതൊക്കെ പോട്ടെ. പക്ഷെ എന്നാലും അത് കിട്ടും. പിന്നെ 3Dക്ക് വേണ്ടി പടത്തിൽ ഗ്ലാസ് പൊട്ടിച്ച് കണ്ണിലേറും, മറ്റേ കുന്ത വലിച്ചേറും. എന്തോന്നാണ് ഇതൊക്കെ? എത്ര കോടി? 300 കോടി റുപ്യയോ? ഹോ, ആദ്യ പുരുഷ് മറ്റേ അൾട്രാ ബോംബാണെന്നുണ്ടെങ്കിൽ ഇത് പ്രോ ബോംബാണ്. കോടി രൂപയുടെ. അയ്യോ, ശിവേനെ സമ്മതിക്കണം. ദിശ പട്ടാനിന്റെ പൊന്നേ, എ ക്ലാസ് ക്രിഞ്ച്. ദിശ സത്യം അതൊക്കെ കുറെ നേരം ഉണ്ടായിരുന്നുണ്ടെങ്കിലല്ലോ അപ്പൊ സ്ക്രീൻ തല്ലി പൊട്ടിച്ചിരുന്നു നാട്ടുകാര്. പിന്നെ ബോബി ഡിയോളിന്റെ എന്തിന് ആ അനിമലൊക്കെ കണ്ടല്ലേ നമ്മള് കൊറേ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു പോയൊരു സമയമായിരുന്നു. ആ ഭാവത്തിന് കുറച്ചിരുന്ന അലറാനും കുറച്ച് അലർച്ച മാത്രമേ ഉള്ളൂ, വേറെ കൂടുതലൊന്നുമില്ല. രക്തത്തിൽ കുളിയ അലർച്ച. ഞാൻ അതല്ല ആലോചിക്കുമ്പോ ഇന്ന് പശുനോക്ക് എന്താ, രക്തത്തിൽ കുളിക്കണോ, മുടി ഫിറ്റണോ, പുലിനകം ചുറ്റണോ, എന്തായാലും വെള്ള പെയിന്റ് അടിക്കുന്നല്ലേ, അത് ഉറപ്പാണ്. ആ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ. ഇതിന്റെ കഥയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഏറ്റവും വലിയ സീന്, ഇതിന്റെ കഥ ആളുകളെ കണക്ട് ചെയ്യിക്കാൻ പറ്റിയിട്ടേ ഉണ്ടാവില്ല. എനിക്ക് അതിങ്ങനെ നോക്കിയിരുന്നിട്ടടക്കം എൻ്റെ പൊന്നോ ഇതെന്തെന്നാ. അതായത് സിമ്പിൾ സാധനമാണ്, പാസം പാസത്താൽ പാസം. അതും ആരോടാ പാസം? ഒട്ടും ഇഷ്ടമല്ലാത്ത വെറുപ്പ് പിടിച്ചവനോട് പാസം. അത്ര ഇഷ്ടപ്പെടുന്നവരൊക്കെ വെറുപ്പിച്ച് കൈ കൊടുത്തിട്ട് പാസം മാറി എറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്ന് ആ ചെക്കനോ ഓനാണെന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നെ അയ്യോ, കുട്ടികളെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. അതുകൊണ്ടാണ് ഓരെ കൊണ്ട് കഴിയുന്ന ഒരു ചെയ്തിട്ടുണ്ട്. സിനിമ രക്ഷപ്പെടുകയാണെങ്കിൽ ആകെ രക്ഷപ്പെടാ കാർത്തി അണ്ണ. അയ്യോ, കാർത്തി അണ്ണ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത് മാത്രമേ രക്ഷപ്പെടാനൊരു വഴി കാണുള്ളൂ. ഇപ്പോഴും യോഗി ബാബുവിനെയും വെച്ച് തള്ളിക്കൊണ്ടിരിക്കണ കോമഡി. ഞാൻ അതാലോചിക്കണ എവിടെ ഇങ്ങനെ പോണ പടടെ രാവിലെ തന്നെ പോയിട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു കണക്കിന് അതാ നല്ലത്. രാവിലെ 4 മണിക്ക് പോയി കഴിഞ്ഞാല് സുഖമായിട്ട് കുറച്ചേരം ഉറങ്ങും ചെയ്യാം. സമയം ഒരു ദിവസം സമയം പോകൂല. മറ്റേത് ഉച്ചക്ക് പോയി കഴിഞ്ഞാൽ ആ ഉച്ച ടു വൈകുന്നേരം വരെ സമയം പോവും, വെറുതെ ഇരിക്കും വേണ്ടിട്ട്. ഇതാവുമ്പോ എന്താറിയോ, എനിക്ക് തോന്നുന്നു നമുക്കൊരു സർക്കസ് ഒക്കെ കണ്ടിരിക്കുന്ന കണ്ടിരിക്കാൻ. അതായത് ആനമയിൽ ഒട്ടകം പുലി സാധനങ്ങളും അതൊക്കെ വെച്ച് കളിക്കുന്നുണ്ട്. അതെ, പടത്തിന്റെ തുടക്കം തന്നെ നമുക്ക് മിലേനിയം സമയമല്ല, അതായത് 1010 അവിടെ തുടങ്ങണേ 1010 BC
അതൊന്നും കാണിച്ചില്ല. 1000 എഴുതി കാണിച്ച് അവിടെ നിന്നാണ് തുടങ്ങി. പിന്നെ 2024 എത്തി. അപ്പോഴും ഞാൻ വിചാരിച്ചു കുഴപ്പമില്ലല്ലോ അല്ലേ, അതിന്റെ സീനില്ല. 2024 എന്തൊക്കെ ഉണ്ട്. കാരണം ആ ഒരു ലുക്ക് അല്ലെ, സൂര്യന്റെ ഒരു. പക്ഷെ ഇൻട്രോ അത്ര ഇഷ്ടപ്പെട്ടില്ല ഇൻട്രോ. പക്ഷെ കുഴപ്പമില്ല. പിന്നെയും ബാക്ക് ടു പാസ്റ്റ് പോയപ്പോ പിന്നെയും ഹോപ്പ് വന്നു. ഉള്ള കാര്യം പറഞ്ഞു. പാസ്റ്റ് പോകുമ്പോ നമുക്ക് എപ്പോഴും എന്തുണ്ട്, ആ ഒരു ഹോപ്പ് കിട്ടുന്നുണ്ടായിരുന്നു ബിക്കോസ് ഓഫ് ദാറ്റ് BGM. ഏത് ആ സാധനം അതിങ്ങനെ വരുമ്പോ നമുക്ക് എവിടെയോ ഒരു ഇളക്കാം. അതായത് ഒരു ചെറിയൊരു ഹോപ്പ് നമുക്ക് തന്നു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് കഥ എന്ന് പറഞ്ഞാൽ വളരെ പ്ലെയിൻ. അതായത് പ്രേക്ഷകരെ, അതായത് ഫാൻസിനെ വരെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ് ഫസ്റ്റ് ഹാഫ്. അതും ഫസ്റ്റ് ഹാഫ് നീണ്ട് എങ്കയോ എത്തിരിച്ച്. അല്ല കൊറേയൊക്കെ ഇതൊക്കെ കണ്ട് അല്ലേ. അതാണ് എല്ലാ ഇങ്ങനത്തെ വാരിയർ മൂവീസിലും ഈ ട്രൈബ് റിലേറ്റഡ് സാധനം വരുമ്പോഴും ഇനിയൊക്കെ രാജാക്കന്മാർ ചെയ്യുമ്പോഴൊക്കെ ഒരേ സാധനം തന്നെ യൂസ് ചെയ്യുന്ന സാധനവും ടെക്നിക്കും സംഗതികളൊക്കെ ഏകദേശം ഒരേ പരിപാടി തന്നെ. പിന്നെ ഫസ്റ്റ് ഹാഫ് അങ്ങനെ തീർത്തു. ഫസ്റ്റ് ഹാഫ് തീർക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് ഇത് എവിടേക്കാ പോണേന്നുള്ളത് ഏകദേശം മനസ്സിലായി. പക്ഷെ സെക്കൻഡ് ഹാഫ് എത്തിയപ്പോഴത്തേക്ക്, അതായത് ഫസ്റ്റ് ഹാഫിന്റെ ഇന്റർവെൽ ബ്ലോക്ക് തന്നെ ഒരു യൂട്ടേൺ ആയിപ്പോയി. അതായത് എവിടുന്നോ വന്നൊരുത്തനും ഇവനും തമ്മിൽ എന്ത് എന്നുള്ളൊരു ചോദ്യം അല്ലെ. അത് തോന്നി കണക്ക് ഇവനും തമ്മിൽ ഇപ്പൊ എന്താ പ്രശ്നം കണ്ടില്ല. പക്ഷെ ഞാൻ ഫുള്ള് കണ്ടിട്ടാ. ഞാൻ നോക്കുമ്പോ ഏന്ന് തുടങ്ങി എയും ബിയും കൂടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ സി വന്നു. സിയും എയും തമ്മിൽ എന്താ പ്രശ്നം? എന്നിട്ട് തലണ്ട് വിട്ടു. എന്തിനാ വെട്ടിയൊന്നുമില്ല, എന്തിനാ കൊന്നു, ചത്ത് വീണാക്കറിയില്ല, കൊന്നാക്കറിയില്ല, വീണു. അതിനിടയില് 1000 BC വുമൺ എംപവർമെന്റ് അത് പൊളിച്ച് ഞാൻ അപ്പൊ കുറെ തിരിച്ചത് കണ്ടിട്ട് അടിയുണ്ടായി. അയ്യോ അതാ അന്ന് കാലഘട്ടത്തിൽ ഞങ്ങൾക്കൊരു സംഘടന ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങി. പിന്നെ വരുമ്പോല് അയ്യോ അത് ഇപ്പത്തെ ഒരു സംഭവം എനിക്ക് പറയാതിരിക്കാൻ പറ്റാത്തെന്താ അറിയോ, നല്ല നല്ല സിനിമകൾ ഈ OTT ഇയാൾ കണ്ടത് അല്ലേ. സൂര്യന് അതാ ഈ നേരത്തെ നല്ലതൊക്കെ കൊണ്ടുപോയി ഇങ്ങനത്തെ ഓരോ അവരാധം കൊണ്ടുപോയി തള്ളിയുണ്ട് നമ്മളെ മുന്നിക്ക്. നല്ലതൊക്കെ കൊണ്ടുപോയി OTT ഇട്ട് ഇനി ഇങ്ങനെ കട്ടിയുണ്ട്. ഞാൻ പോയിട്ട് വരാന്നുള്ളതാണോ രണ്ടാമത്തെ ഉണ്ടാവില്ല, സാധ്യതയല്ലേ. മൂപ്പരും അഭിനയിച്ച കഴിഞ്ഞ സിനിമ കാണാൻ. അല്ല എനിക്ക് സാധ്യത ഉണ്ടാവാൻ ഉള്ളൊരു തോന്നലുണ്ടോ. പിന്നെ അങ്ങനെ ഇറക്കി വിടുന്നത് ഞാൻ ആലോചിക്കുന്ന സെക്കൻഡ് പാർട്ട് വല്ല സൂപ്പർമാൻ പയ്യൻ മറ്റേതൊക്കെ എടുത്ത് പറക്കുന്നു. അല്ല അത് മറ്റേ എനിക്ക് എവിടെയൊക്കെ എക്സ്മാനില്ലേ, എക്സ്മാന്റെ കുറെ എണ്ണം, മറ്റേ എക്സ്മാനിലുണ്ടല്ലോ കുറെ ആൾക്കാർ ഇതേപോലെ. മാഗ്നിറ്റോ അതായത് കൊറേ അവിടുന്ന് ഇവിടുന്നൊക്കെ ചുരണ്ടി ഉണ്ടാക്കിയ ഒരു സംഗതി ഉണ്ടാക്കണ ഈ കൽക്കി പോലെ ഒരു സാധനം അല്ലേ. അതൊക്കെ മാസ്റ്റർ സ്ട്രോക്ക് ആണ്. മഹാഭാരതം വെച്ചില്ലേ, ഫ്യൂച്ചറും സാധനവും പറഞ്ഞു, അതൊക്കെ ലെവല് വല്ലാത്ത എന്തിനാ എൻ്റയർ മൂവിയിലാണ്. അതൊക്കെ എന്ത് കണക്ഷൻ സാധനങ്ങള്. പിന്നെ ഗ്രാഫിക്സ് പറയുമ്പോ, ഗ്രാഫിക്സിന്റെ പാട്ട് വരുമ്പോ അത് കുറച്ചല്ലേ ഇത്തിരി കുഴപ്പമില്ല. ഗ്രാഫിക്സ് പക്ഷെ എനിക്ക് ഭയങ്കര ഓറായി തോന്നുന്നു. സൂര്യന്റെ കയ്യിന് ലാസ്റ്റ് ആ കത്തി അത് കൊറേ ഉണ്ട്. കോമഡി കൊറേ സാധനങ്ങള് അവിടെ ഇവിടെയൊക്കെ കുറച്ചിങ്ങനെ വേറിട്ട് നിന്നിട്ടുണ്ട്. വെള്ളം അടിച്ച് നിൽക്കുക അല്ലെ, വെള്ളക്കളർ കുറച്ചിങ്ങനെ. ആ വെള്ളക്ക അത് 3Dക്ക് ഓടിക്കോ എടാ എന്ത് വെള്ളം 3Dക്ക് വേണ്ടിയുള്ള പറപ്പിക്കലാണ്. അത് കണ്ടില്ല ബോട്ട് പോകുമ്പോ അനാവശ്യമായിട്ട് എവിടുന്ന കുറച്ച് വെള്ളം നമ്മളെ അല്ല ആ 3D അടിപൊളിയായിരുന്നു. അപ്പൊ ആകമൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 ടൈം വാച്ച് അല്ലേ. ഒരു സൂര്യ എന്ന് പറഞ്ഞുള്ള ഒരു ഫാക്ടറിന് വേണ്ടിയിട്ട് നമുക്ക് തിയേറ്ററിൽ കാണാൻ കുറെ കാലത്തിന് ശേഷം സൂര്യനെ കാണുകയാണ്. പ്രത്യേകിച്ച് സൂര്യ അങ്ങനത്തെ പടം ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു വർഷം ഒരു എന്താണെങ്കിലും ഡെഫിനറ്റ്ലി ഒരു 1 ടൈം വാച്ച് കണ്ടോ.
തിയേറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾ ഉറപ്പ് വരുത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയുമ്പോൾ നല്ല 3D അല്ലേ, അല്ലെങ്കിൽ 3D കാണരുത്. 3D കാണാനൊക്കെയാണ് നല്ലത്. 3Dക്ക് വേണ്ടി കുറെ സീൻ 3D നിങ്ങൾ കാണുകയാണെങ്കിൽ നല്ല കിടിലൻ 3D. കുറെ സീനൊക്കെ ഉണ്ട്, അതുണ്ട്, കുറെ ഉണ്ട്. എനിക്ക് ആ വെള്ളം ഇടയ്ക്കിടയ്ക്ക് അനാവശ്യമായിട്ട് കപ്പലിൽ പോകുമ്പോൾ വെള്ളം നിങ്ങളോട് ആദ്യം പറഞ്ഞ പടം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ 3Dനെ കുറിച്ച് നിങ്ങൾ വലിയ തള്ളായിരുന്നല്ലോ. അല്ല, എനിക്ക് മൊത്തത്തിൽ 3D കണ്ടപ്പോ ഒരു ഭയങ്കര രസം തോന്നി. എന്താ കോമിക് സാധനങ്ങളൊക്കെ വെച്ച് കളിക്കുന്ന മനുഷ്യന്മാർ ചെറുതായിട്ട് കാണാം. അതിലും കിടിലൻ 3D മറ്റത് കളിക്കല്ലേ, പുകയിപ്പിടിപ്പ് പൊട്ടർനോയി ഉണ്ടാക്കും, അതുവരെ കാണുമ്പോ സൂപ്പർ 3D ആയിരുന്നു. അപ്പോ സംഗതി ഞാൻ പറഞ്ഞ സൂര്യക്ക് വേണ്ടി ഒരു 1 ടൈം വാച്ച് എന്താണെങ്കിലും ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഒരു 3D എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല തിയേറ്ററിൽ കയറിയിട്ട് 3D എക്സ്പീരിയൻസ് ചെയ്യാം. ആൻഡ് ഈ പറഞ്ഞ പോലെ കുറച്ച് ലെങ്തി മൂവിയാണ്, കണ്ടിരിക്കാൻ പറ്റുന്നവർക്ക് എന്താണെങ്കിലും ആ ഒരു സൂര്യ ഫാൻ, ആ ഒരു സൂര്യ എലമെന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് കണ്ടിരിക്കാം. ഇങ്ങനത്തെ പടങ്ങളൊക്കെ ഇതാവുമ്പോൾ അത് ചെയ്യുമ്പോഴാണ് വിഷമം. അല്ല, ചെയ്തോട്ടെ, കാശ് മേടിച്ചിട്ടല്ലേ ചെയ്യണേ. നമ്മളെന്നും പോവല്ലേ വോട്ട്, എല്ലാ വേറെ കാര്യമൊന്നുമില്ല. അപ്പൊ ഓക്കെ ബൈ. കൂടുതൽ ഞങ്ങൾ ഇനി വലിച്ചു നീട്ടി എന്ത് ചെയ്യുന്നില്ല, വെറുപ്പിക്കുന്നില്ല. ഞങ്ങളെ ഓർത്തിട്ട് ഇറങ്ങി തിയേറ്ററിൽ പോയി വെറുക്കാം.